നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരിക്കുന്നു. മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വാർത്തയാണ് നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നത്. വിവാഹം നടന്ന മണ്ഡപത്തിലെത്തി പ്രധാനമന്ത്രി വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് പോകുന്നു. 2 മണിക്കൂറോളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ ചിലവഴിച്ചത്. ഇതിന്റെ ലൈവ് ദൃശ്യങ്ങൾ അടക്കം മിക്ക മലയാള മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം മോദി ആദ്യം ആശംസ അറിയിച്ചത് സുരേഷ് ഗോപിയുടെ മകൾക്കല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുന്നതിന് തൊട്ടു മുൻപ് വിവാഹിതരായ 10ഓളം വധൂവരന്മാർക്കാണ്. ഇത് ഒരു ശക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. കാരണം സാധാരണക്കാരോട് എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് താൻ എന്ന മോദിയുടെ ഒരു ടച്ച് അതിവിടെ വീണ്ടും വെളിപ്പെട്ടിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കാരണം അന്ന് മറ്റ് വിവാഹങ്ങൾ നടക്കില്ല, മോദിക്കും സുരേഷ് ഗോപിക്കും സാധാരണക്കാരുടെ ശാപം ലഭിക്കും തുടങ്ങിയ അലുക്ക് പിടിപ്പിച്ച ധാരാളം കഥകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള എല്ലാ കെട്ടുകഥകളും ഇപ്പോൾ നിഷ്പ്രഭമായിരിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച എല്ലാ വിവാഹവും ഗുരുവായൂരിൽ നടന്നിട്ടുണ്ട്. ഈ ദിവസം അവിടെ വിവാഹിതരായ എല്ലാ വധൂവരന്മാർക്കും അവരുടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ തക്കതായ ഒരു സമ്മാനം തന്നെ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്ക് നേരിട്ട് ആശംസ അറിയിച്ചിരിക്കുന്നു, മധുരം വിതരണം ചെയ്തിരിക്കുന്നു. തീർച്ചയായും അത് അവരെ സംബന്ധിച്ച് ഒരു വലിയ പ്രാധാന്യമുള്ള നിമിഷം തന്നെയായിരിക്കും. അങ്ങനെ എവിടെ ചെന്നാലും ഒരു മോദി ടച്ച് അവശേഷിപ്പിക്കുക എന്ന പതിവിന് മോദി ഗുരുവായൂരിലും മാറ്റമൊന്നും വരുത്തുന്നില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.